പ്രവാചകന്റെ വളർത്തുപുത്രനായിരുന്നു സെയ്ദ്. അദ്ദേഹത്തിന്റെ മകനാണ് ഉസാമ. അള്ളാഹുവിന്റെ റസൂൽ ഒരുപാട് കൊഞ്ചിച്ച് ലാളിച്ച് വളർത്തിയ പുത്രനാണ് ഉസാമ. പ്രവാചകൻ കൊച്ചുകുട്ടിയായ ഉസാമയെ അതിരറ്റ് ഇഷ്ടപ്പെട്ടിരുന്നു. ആ ഉസാമയെ പ്രവാചകൻ ഒരിക്കൽ ജുഹൈന എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് അദ്ദേഹം യുവാവായപ്പോൾ ഒരു സൈന്യവുമായിട്ട് നിയോഗിച്ചു. ജുഹൈനയിൽ ചെന്നു ഉസാമയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം സൈന്യം ശത്രു സൈന്യവുമായി ശക്തമായ യുദ്ധത്തിൽ ഏർപ്പെട്ടു. ശത്രുപാളയത്തിൽപ്പെട്ട ഒരു യുദ്ധവീരൻ ഉസാമയുമായിട്ട് വളരെ നേരം വാൾപ്പയറ്റ് നടത്തി. അയാൾ ഉസാമയുടെ കൈ വെട്ടി മുറിവേൽപ്പിക്കുകയും ചെയ്തു. എന്നാലും ഉസാമ ധീരമായ മുറിവോടുകൂടി പോരാടി. പോരാട്ടത്തിനിടയിൽ ഈ ശത്രു ഭടൻ മരങ്ങൾക്കിടയിൽ പെട്ടുപോവുകയും അയാളുടെ വാള് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. താൻ കൊല്ലപ്പെടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അയാൾ താനിതാ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു, എന്നെ വെറുതെ വിടണം, ഞാൻ പശ്ചാത്തപിച്ചിരിക്കുന്നു എന്നൊക്കെ വിളിച്ചു പറഞ്ഞു. ഉസാമ അത് പരിഗണിച്ചില്ല. ഉസാമ അദ്ദേഹത്തെ വധിക്കുക തന്നെ ചെയ്തു. യുദ്ധം കഴിഞ്ഞ് മദീനയിൽ വന്ന് പ്രവാചകനോട് ഞാൻ ഈ സംഭവങ്ങളെല്ലാം വിശദീകരിക്കുകയുണ്ടായി. പ്രവാചകൻ ചോദിച്ചു, അയാൾ പശ്ചാത്തപിച്ചിരിക്കുന്നുവെന്നും ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നുവെന്നും പറഞ്ഞതിന് ശേഷം നീ അവനെ വധിച്ചോ? ഞാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, അവൻ രക്ഷപ്പെടാൻ വേണ്ടി ഉപായം കാണിച്ചതാണ്. കാരണം എത്ര നേരമാണ് ഞാനുമായി ഏറ്റുമുട്ടിയത്, എനിക്കവൻ മുറിവേൽപ്പിക്കുക വരെ ചെയ്തു. അവസാനം കുടുങ്ങി മരങ്ങൾക്കിടയിൽ പെട്ടുപോയി ആയുധം നഷ്ടപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് അവൻ ഇങ്ങനെ പറയാൻ തയ്യാറായത്. അതുകൊണ്ട് അവൻ യഥാർത്ഥത്തിൽ മാപ്പി ചോദിച്ചതല്ല, രക്ഷപ്പെടാൻ വേണ്ടി ചോദിച്ചതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖം വിവരണമായി. അവിടെ നിന്ന് ചോദിച്ചു, ഉസാമ ഉപായം കാണിച്ചതാണ്, രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് അറിയാൻ നീ അവന്റെ ഹൃദയം തുറന്നു നോക്കിയിരുന്നു. പ്രവാചകൻ ചോദിച്ചു, നാളെ പരലോകത്ത് അയാൾ ഈ പശ്ചാത്തപിച്ച മനസ്സുമായി എത്തിച്ചേരുമ്പോൾ നീ രക്ഷിതാവിന്റെ മുമ്പിൽ എന്ത് സമാധാനം പറയും? പ്രവാചകൻ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് വല്ലാത്ത അസഹ്യതയും വല്ലാത്ത വിഷമവും അനുഭവപ്പെട്ടുവെന്ന് ഉസാമ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്.